പൊതുവേദി ഞാൻ ഇന്ന് എനിക്ക് പൊതുവേദി കുറേ ദിവസമായി ഞാൻ അവതരിപ്പിക്കുന്നല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അത് പൊതുവേദി സ്ഥിരം പ്രേക്ഷകനായ ഒരു ചെറുപ്പക്കാരൻ എന്നെ മണ്ണാർക്കാട്ടിൽ നിന്ന് വിളിച്ചു, അഭിലാഷ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അഭിലാഷിനെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അപ്പോൾ പൊതുവേദിയുടെ പ്രേക്ഷകർക്ക് ഞാൻ അഭിലാഷിനെ ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അഭിലാഷ്, കേൾക്കാമോ? നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് അഭിലാഷ് നമ്മുടെ പൊതുവേദിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒന്ന് പൊതുവായി പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അഭിലാഷ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ വളരെയധികം സന്തോഷം എനിക്ക് തോന്നി. അഭിലാഷിനെ വന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ആ വഴി വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന അഭിലാഷിനെ പറ്റി ഒന്ന് നമ്മുടെ പൊതുവേദി പ്രവർത്തകർക്ക് അഭിലാഷിൻ്റെ വീടും സ്ഥലവും കുടുംബത്തെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? നമസ്കാരം. എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ പേര് അഭിലാഷ് മണ്ണാർക്കാട് എന്നാണ്. BA ഇംഗ്ലീഷ് ജേർണലിസം പാസ്സായി പഠിച്ച് ജയിച്ച് മുന്നോട്ട് പോവുകയാണ്. വേറെ ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലും? അല്ല, പിന്നെ അഭിലാഷിന്റെ കഴിഞ്ഞ ദിവസം അഭിലാഷ് എന്നോട് പറഞ്ഞ അമ്മ ICDS-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് അല്ലേ? ഇതൊക്കെ കൊടുക്കണം. അല്ല, ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളൂ. ഹലോ. ഞാൻ കഴിഞ്ഞ ദിവസം അഭിലാഷ് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ എനിക്ക് സന്തോഷം തോന്നി. നമ്മുടെ പൊതുവേദിയുടെ ഒരു പ്രേക്ഷകനാണ് അഭിലാഷ് എന്ന് മനസ്സിലാക്കിയപ്പോൾ. അപ്പൊ അമ്മയെ കുറിച്ച് പറഞ്ഞു, ICDS-ൽ ഒക്കെ പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അഭിലാഷ് അങ്ങനെ മിടുക്കനായിരിക്കുന്നോ? അഭിലാഷ് മിടുക്കനാണ്. അഭിലാഷിന് വിഷയം കൊടുത്താൽ സംസാരിക്കുകയും ചെയ്യും. ആദ്യം ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണം. പറഞ്ഞിട്ട് പിന്നെ എന്താ അറിയോ, ചിലപ്പോ സംസാരിച്ചൊന്ന് ഓവർ ഇങ്ങനെ ആയിട്ട് സംസാരിക്കുക. അപ്പൊ അതിന് കൂടാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വിളിക്കുക, എങ്ങനെയൊന്ന് സംസാരിക്കാൻ തന്നെ അവനോട് പറഞ്ഞത്. അതിന് വളരെയധികം സന്തോഷം. അവൻ സംസാരിക്കും. അപ്പൊ അഭിലാഷ് ഈ പഠനത്തിലൊക്കെ പഠിച്ചു, സ്കൂളിൽ മറ്റേ ഡിഗ്രി ഒക്കെ എടുത്തു എന്നൊക്കെ എന്നോട് പറഞ്ഞു. അവന് ഡിഗ്രി ഒക്കെ എടുത്തു. അവന് 7ാം മാസത്തിൽ പ്രസവിച്ചു. ഞങ്ങൾക്ക് 10 കൊല്ലം കുട്ടികളില്ലാണ്ട് ഇരുന്നിട്ട് 10-12 വർഷമായിട്ടുണ്ടായ കുട്ടിയാണ്. 7ാം മാസത്തിൽ അവന് പ്രസവിച്ചപ്പോ അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ പിന്നീട് അവന് നോക്കിയപ്പോ പറഞ്ഞു കുട്ടി കരഞ്ഞില്ല, സെറിബ്രൽ പാൾസി ആണ് എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയോ അപ്പൊ കുട്ടി കരഞ്ഞിരുന്നോന്നൊക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടായതാണ്. പിന്നെ അവന് 6.5 വയസ്സ് ഇംഗ്ലീഷ് അല്ല സാധാരണ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയപ്പോ അവര് പറഞ്ഞു അയ്യോ അവനെ നോക്കാൻ നല്ല പാടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ NSSന്റെ ഒരു സ്കൂളുണ്ടായിരുന്നു, അവിടെ അവനെ കൊണ്ടുപോയി ചേർത്തി. അവനെ LKG മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി അവനെ പഠിപ്പിച്ചു. നന്നായിട്ട് പഠിക്കും. എഴുതാനൊക്കെ കുറച്ച് പറഞ്ഞാൽ നന്നായിട്ട് കേൾക്കും, പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കും. എന്ത് പറഞ്ഞു കൊടുത്താലും അറിയും. പിന്നെ +1 +2 പഠിച്ചു. അപ്പോഴേക്ക് പിന്നെ കൊറോണ കാലം ആയിട്ടു. അപ്പൊ ക്ലാസ്സിലധികം പോവാതെ ഇരുന്നിട്ട് ഇതിൽ പഠിച്ചു. പിന്നെ ഡിഗ്രി പഠിച്ചു. ഇപ്പൊ പാസ്സായി. BA ഇംഗ്ലീഷ് ജേർണലിസം പാസ്സായി. അപ്പൊ ഞങ്ങൾക്ക് അഭിലാഷിനെയും അമ്മയും ഒക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞത് അങ്ങേയറ്റത്ത് സന്തോഷം. അപ്പൊ അഭിലാഷ് പറഞ്ഞു ഞങ്ങളുടെ പരിപാടി പൊതുവേദി സ്ഥിരമായി കാണുന്നു എന്നൊക്കെ. അപ്പൊ അഭിലാഷിന് ഒന്ന് കൊടുക്കാമോ? ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് അഭിലാഷിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. അഭിലാഷ് ഇങ്ങോട്ട് വരൂ. അവിടെ TV വരൂ. അഭിലാഷ് ഇങ്ങോട്ട് വരൂ. അവിടെ നമ്മൾ ഇരിക്കുമ്പോ നന്നായിട്ട് നേരെ ഇരിക്കണം. മനസ്സിന് എന്താ പറയാ, അവിടെ ഇവിടെ പലതും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കേൾക്കാൻ പാടില്ല. അല്ലെ, നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു അതിലേക്ക് മാത്രം സംസാരിക്കുക. അഭിലാഷിന് ഇപ്പോഴത്തെ നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷം കഴിയുമ്പോൾ എന്ത് തോന്നുന്നു? നോക്കൂ എന്താ സാർ പറയൂ. സ്വാതന്ത്ര്യദിനം ആഘോഷം കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചപ്പോൾ അഭിലാഷിന് എന്ത് തോന്നി? അതിലെന്ത് തോന്നി, എന്ത് കേട്ടു, അഭിലാഷിന് എന്തൊക്കെ പറയാണ്ട് സംസാരിക്കും. പറയൂ. സ്വാതന്ത്ര്യ ദിനം ആഘോഷം കണ്ടപ്പോൾ എന്ത് തോന്നി അഭിലാഷ്? നമ്മളുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. താങ്ക് യു സോ മച്ച് അഭിലാഷ്. അപ്പൊ നമ്മുടെ പൊതുവേദിയുടെ കരുത്താണ്. അപ്പൊ പൊതുവേദി എല്ലാ ദിവസവും കാണുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അഭിലാഷ് ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. തീർച്ചയായും. അപ്പൊ ഇതുപോലെ അഭിലാഷിന് മനസ്സിലായ കാര്യങ്ങൾ നമ്മുടെ പൊതുവേദിയിൽ ധാരാളം ആളുകളുണ്ട്, അവരൊക്കെ ആയിട്ട് പങ്കുവെക്കാൻ അഭിലാഷിന് കഴിയും കേട്ടോ. അപ്പൊ എനിക്ക് എങ്ങനെ ഒരു അവസരം തന്നതിലെ മനു ഭാരത് ചേട്ടനെ പ്രത്യേക
നന്ദി രേഖപ്പെടുത്തുകയാണ്. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അതാണ് പൊതുവേദിയുടെ ഒരു കരുത്ത്. പൊതുവേദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറുകയാണ് അഭിലാഷ്. ഒരുപക്ഷെ ഈ സെറിബ്രൽ പ്ലാസി ഒക്കെ അതിജീവിക്കാൻ സ്നേഹം കൊണ്ട് കഴിയും എന്ന് തെളിയിച്ച അഭിലാഷിനോടൊപ്പം പൊതുവേദി എല്ലാ ഘട്ടത്തിലും നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ പൊതുവേദി തന്നെ അഭിലാഷിന് ഞങ്ങൾ സമർപ്പിക്കുകയാണ്.